ഉപസർഗവും ധാതുവും ചേരുമ്പോൾ അർത്ഥഭേദം വരും. വഴിവിട്ട പോക്ക്. ഈ വഴിവിട്ട പോക്കിനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടോ വിമർശിച്ചത് കൊണ്ടോ നിന്ദിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. മറിച്ച് അവിടെ ഏകമായി നമുക്ക് അവലംബിക്കാനുള്ള മാർഗം ശുദ്ധമായ സമ്പ്രദായത്തിൽ നമ്മൾ പ്രവർത്തിക്കുക, അത് നമ്മൾ സമൂഹത്തിന് മുമ്പാകെ കാണിക്കുക. അതുകൊണ്ടാണ് ഉച്ചാരണശുദ്ധിയോടുകൂടി പദാനുപദം പാദാനുപാദം പാരായണം ചെയ്യുന്ന ഒരു സത്രമായിരിക്കും ഇതെന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നിയത്. ഇത് വാസ്തവത്തിൽ വൈദ്യലിംഗ ശർമാജിക്ക് സമർപ്പിക്കാവുന്ന വലിയൊരു ദക്ഷിണയാണ്, വലിയൊരു കാണിക്കയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരം നമ്മളെ വിട്ടുപോയാലും ആ സങ്കല്പമുണ്ടല്ലോ. കാരണം ദീർഘകാലം ഈ വൈദിക ഔപനിഷദമായ വിദ്യയെ പ്രചരിപ്പിക്കാൻ വേണ്ടി സമർപ്പിതമായ ജീവിതം നയിച്ച ആ മഹാപുരുഷൻ്റെ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് മുമ്പിൽ നമുക്ക് ചെയ്യാവുന്ന വലിയൊരു കാണിക്കയാണിത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകരെ ആരംഭത്തിൽ അനുമോദിച്ചത്, അല്ലാതെ ഇതിനെ ക്ഷണിച്ചത് കൊണ്ടൊന്നുമല്ല. ഇതിൻ്റെ ആവശ്യമില്ല. വളരെ നന്നായി. ഭാഗവതം ഭഗവതഃ ഇദം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിലോ ഭഗവാൻ ഏവ എന്നർത്ഥവും സ്വീകാര്യമാണ്. സ്വാർത്ഥത്തിലും അണുപ്രത്യയം വരാം. ഇപ്പോൾ സ്വാർത്ഥത്തിൽ വന്നാൽ ഭഗവാൻ ഏവ ഭാഗവതം, ഭഗവാൻ തന്നെയാണ് ഭാഗവതം. അല്ലെങ്കിലോ ഭഗവതഃ ഇദമിതി ഭാഗവതം, ഇത് ഭഗവാൻ്റെതാണ്. എന്താ ഇപ്പോൾ ഭഗവാൻ്റെതല്ലാത്തത്? ഒന്നുമില്ല. എല്ലാം ഭഗവാൻ തന്നെ, എല്ലാം അവിടുത്തെ വിഭൂതികൾ തന്നെ. ആ വിഭൂതി അല്ലാത്തൊന്നില്ല, ആ ചമൽക്കാരമല്ലാത്തൊന്നില്ല. ഈ അറിവിലേക്ക് നമ്മൾ ഉയരുകയും അതിൽ നിന്ന് സഹജമായി ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന ആ ഒരു പ്രേമം അത് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് വ്യവഹാരത്തിൽ നമുക്കൊക്കെ വേണ്ടത്. വ്യവഹാരത്തിൽ എന്ന് പറയാൻ കാരണം പാരമാർത്ഥികമായി ഉയർന്ന സത്യം പരം ധീമഹി എന്നുള്ള പരം ലക്ഷ്യം അവിടെയുണ്ട്. അതിലൂടെ സംശയരഹിതമായ പദത്തിലേക്ക് ഉയരേണ്ടുന്ന അവസ്ഥയുണ്ട്. അതെല്ലാം ലക്ഷ്യസ്ഥാനം. പക്ഷെ വ്യവഹാരത്തിൽ മാർഗത്തിൽ ഈയൊരു സ്വാഭാവികമായ പ്രേമം നമ്മിൽ നിന്ന് പ്രസരിക്കണമെങ്കിൽ അതിന് ഇതെല്ലാം ഭഗവാനാണെന്നുള്ള, ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണെന്നുള്ള ആ ഒരു ഭാവം, ആ ഭാവം നമുക്ക് നൽകുകയാണ് ഭഗവതഃ ഇദം എന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാൻ ഉപക്രമാദി ലക്ഷണങ്ങൾ ലിംഗങ്ങളെ കൊണ്ട് വ്യക്തമായി നമ്മുടെ മുമ്പിൽ ഭാഗവതം വിസ്തൃതമാവുകയാണ്. ശ്രദ്ധയോടുകൂടി അതിനെ അനുസന്ധാനം ചെയ്യാൻ നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ദീർഘമായി വിഷയാന്തരങ്ങളിലേക്ക് ഒന്നും പോയി വലിയൊരു പ്രഭാഷണം ഒന്നും ഈ സന്ദർഭത്തിൽ ചെയ്യുന്നില്ല. ഇവിടെ ധാരാളം പേര് സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും അവസരങ്ങളും സമയങ്ങളും വേണം. പിന്നെ ഈ പ്രൊഫസർ ഉണ്ണീകൃഷ്ണൻജി അവിടുന്ന് ഇന്നത്തെ ഏക അവലംബം എന്നൊക്കെ പറഞ്ഞിട്ട് ചിദാനന്ദപുരി സ്വാമിനെ കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചാൾ വലിയ കേമനായിട്ടോ. ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുണ്ട്. സന്യാസിമാരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിമാരും ഒക്കെ ആയിട്ട് ഇന്ന് ശാസ്ത്രപ്രചരണം ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. എത്ര പേര് ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ മൊത്തം ശക്തിയാണ് എന്തെങ്കിലും ഉണർവ് ഇന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ വികസിപ്പിക്കുകയാണ്, അതിൽ നമ്മുടേതായ പങ്ക് സമർപ്പിക്കുകയാണ് നമ്മളൊക്കെ വേണ്ടത്. ഇവിടെ ധർമ്മം എന്ന മാർഗം, മോക്ഷം എന്ന ലക്ഷ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ.
ഒന്നുകൂടി പറയാം, ആർക്കും വിരോധം തോന്നരുത്. മോക്ഷം എന്ന ലക്ഷ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് വൈയക്തികമായ ഉപാസനയിലൂടെ, സ്വാധ്യായത്തിലൂടെ ഒക്കെ ജിജ്ഞാസുക്കൾ നേടിക്കോളും. എക്കാലവും ജിജ്ഞാസുക്കൾ ഗുരുക്കന്മാരെ തേടിപ്പോകും, അവരിൽ നിന്ന് നേടുകയും ചെയ്യും. പക്ഷെ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ നമ്മൾ ഏറെ ഉയർത്തി കാണിക്കേണ്ടത് ധർമ്മം എന്ന പുരുഷാർത്ഥത്തെയാണ്. വേദാന്തത്തെ നമുക്ക് എല്ലാവരുടെ മുമ്പിലും വിളിച്ച് പറയാൻ പറ്റില്ല, പറയാൻ പാടുമില്ല. ജിജ്ഞാസുക്കളായി വന്നു ചേരുന്നവരോട് മാത്രമേ വേദാന്തോപദേശം ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് കയറി ഉപദേശിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് 4 വേദാന്തം അറിയാച്ചിട്ട് വരുന്നവരോട് മുഴുവൻ ഇരിക്കാടെ വേദാന്തം പഠിപ്പിച്ചു തരാം എന്ന് പറയരുത്. ജിജ്ഞാസുവായി സമീപിക്കുന്ന ആൾക്ക് മാത്രമേ കൊടുക്കാവൂ. എന്നാൽ ധർമ്മം അതല്ല. ധർമ്മ സന്ദേശം നമ്മൾ ഓരോരുത്തരും സ്വജീവിതത്തിൽ അനുവർത്തിച്ച് വാക്കുകളിലൂടെ പ്രചരിപ്പിക്കണം. കാലം അത്യപകടകരം.